നമസ്കാരം, ലൈഫ് ഇൻ അയർലൻഡിലേക്ക് സ്വാഗതം. ഞാൻ റെനി. ഇന്ന് ജൂലൈ 24 പ്രധാന അയർലൻഡ് വാർത്തകളും ലോക വാർത്തകളും നോക്കാം. വടക്കൻ അയർലൻഡിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ബോംബ് പിടികൂടി ഗാർഡയുടെ വൻ ഓപ്പറേഷൻ. മോനഹാനിലെ കാരിക് മാക്രോസിന് സമീപം ഗാർഡ് തടഞ്ഞ കാറിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. റിപ്പബ്ലിക്കൻ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് വാഹനം തടഞ്ഞത്. 2 പേർ കസ്റ്റഡിയിൽ. ഇത് അതീവ ഗൗരവമുള്ള കണ്ടെത്തലാണ് എന്ന് ഗാർഡ കമ്മീഷണർ ജസ്റ്റിൻ കെല്ലി. ഗാൽവേ കൗണ്ടിയിലെ ട്വാമിൽ പ്രവർത്തിച്ചിരുന്ന സെന്റ് മേരീസ് മദർ ആൻഡ് ബേബി ഹോമിൽ നടക്കുന്ന ഫോറൻസിക് ഖനനത്തിൽ 22 കുഞ്ഞുങ്ങളുടെ കൂടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇതോടെ ഇതുവരെ കണ്ടെത്തിയ കുഞ്ഞുങ്ങളുടെ അവശിഷ്ടങ്ങളുടെ എണ്ണം 99ആയി. 1925 മുതൽ 1961 വരെ പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനത്തിൽ വിവാഹിതരല്ലാത്ത അമ്മമാരെയും അവരുടെ കുഞ്ഞുങ്ങളെയുമാണ് പാർപ്പിച്ചിരുന്നത്. ചരിത്രകാരി കാതറിൻ കോർലസ് നടത്തിയ അന്വേഷണത്തിൽ ആ സ്ഥാപനത്തിൽ 796 കുഞ്ഞുങ്ങൾ മരിച്ചതായി രേഖകൾ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ശവസംസ്കാര രേഖകൾ ഇല്ലെന്ന് കണ്ടെത്തിയതോടെയാണ് ഈ കേസ് ലോകശ്രദ്ധ നേടിയത്. ഇപ്പോൾ നടക്കുന്ന ഖനനത്തിൽ കണ്ടെത്തുന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് DNA പരിശോധനയിലൂടെ കുട്ടികളുടെ തിരിച്ചറിയൽ നടത്താൻ അധികൃതർ ശ്രമിക്കുകയാണ്. കുടുംബാംഗങ്ങളിൽ നിന്ന് DNA സാമ്പിളുകളും ശേഖരിക്കുന്നുണ്ട്. ഖനന പ്രവർത്തനങ്ങൾ 2027 വരെ തുടരാനാണ് സാധ്യത. അയർലൻഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ അധ്യായങ്ങളിലൊന്നാണ് ട്വാം ബേബീസ് കേസ്. പതിറ്റാണ്ടുകൾക്ക് ശേഷം പോലും ഈ കുഞ്ഞുങ്ങൾക്ക് പേരും മാന്യമായ അന്ത്യവിശ്രമവും നൽകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അയർലൻഡിലെ ഏറ്റവും തിരക്കേറിയ റെയിൽപാതയ്ക്ക് വമ്പൻ വികസനം. ഡബ്ലിൻ കൊണോലെ മാലഹൈഡ് റെയിൽപാത 2 ട്രാക്കിൽ നിന്ന് 4 ട്രാക്കാക്കി വികസിപ്പിക്കും. 100 കണക്കിന് മില്യൺ യൂറോ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതി ഡാർട്ട് എന്റർപ്രൈസ് സർവീസുകളുടെ തിരക്കും വൈകലും കുറയ്ക്കും. മീത്ത്, ലൗത്ത്, ബെൽഫാസ്റ്റ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയും മെച്ചപ്പെടും. ചൂടേറിയ കാലാവസ്ഥയ്ക്ക് ശേഷം അയർലൻഡിൽ വീണ്ടും മഴയ്ക്ക് സാധ്യത. വാരാന്ത്യത്തിൽ കാലാവസ്ഥ മാറും. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലായി അനുഭവപ്പെട്ട ചൂടേറിയ കാലാവസ്ഥയ്ക്ക് ശേഷം ഈ വാരാന്ത്യത്തിൽ അയർലൻഡിലെ കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകുമെന്ന് മെറ്റാറിന് അറിയിച്ചു. വാരാന്ത്യത്തിലെ താപനില ഏകദേശം 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 22 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. ബജറ്റ് 2027 നികുതി കുറയ്ക്കാൻ 1.5 ബില്യൺ യൂറോ വരെ ലഭ്യമാക്കുമെന്ന് സർക്കാർ. അയർലൻഡ് സർക്കാരിന്റെ സമ്മർ എക്കണോമിക് സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഒക്ടോബറിൽ അവതരിപ്പിക്കുന്ന ബജറ്റ് 2027 നികുതി കുറയ്ക്കുന്നതിനായി ഏകദേശം 1.5 ബില്യൺ യൂറോ വരെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് അറിയിച്ചു. കോസ്റ്റ് ഓഫ് ലിവിംഗ് പ്രശ്നങ്ങൾ നേരിടുന്ന കുടുംബങ്ങൾക്ക് നികുതി ഇളവുകളും സാമ്പത്തിക സഹായങ്ങളും നൽകാനുള്ള സാധ്യതയാണ് ഇതിലൂടെ ഉയരുന്നത്. ടിപ്പറവയിലെ സ്ലീവനമൺ കാട്ടുതീ നിയന്ത്രണത്തിലേക്ക്. ചൂടും കാറ്റും ആശങ്ക തുടരുന്നു. സ്ലീവനമൺ മലനിരകളിലെ കാട്ടുതീ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായി അണയ്ക്കാമെന്ന പ്രതീക്ഷയിൽ അഗ്നിശമന സേന. വടക്ക് കിഴക്കൻ ഭാഗത്ത് പുതിയ ഹോട്ട്സ്പോട്ടുകൾ രൂപപ്പെട്ടതിനാൽ ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള വ്യോമസഹായം ശക്തമാക്കി. സമീപവാസികൾക്ക് പുകയും ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ ജാഗ്രതാ നിർദ്ദേശം. 40ാമത് ഓൾ അയർലൻഡ് ഫുട്ബോൾ കിരീടം ലക്ഷ്യമിട്ട് കെറി. ഞായറാഴ്ച മയോയുമായി ഫൈനൽ. ക്രോക്ക് പാർക്കിൽ നടക്കുന്ന ഫൈനലിൽ ചരിത്രത്തിലെ 40ാമത് കിരീടം നേടാനാണ് കെറിയുടെ ലക്ഷ്യം. പരിക്ക് മാറി പ്രധാന താരങ്ങൾ തിരിച്ചെത്തിയതോടെ ആത്മവിശ്വാസത്തിലാണ് ടീം. ലോകവാർത്തകൾ. സ്പെയിൻ ചരിത്രത്തിലാദ്യമായി കാട്ടുതീ കാരണം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മാഡ്രിഡിനും മാവിലേക്കും സമീപം പടരുന്ന വൻ കാട്ടുതീ കാരണം സ്പെയിനിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ. അതിശക്തമായ ചൂടും കാറ്റും തീ അനിയന്ത്രിതമാക്കിയതായി മാഡ്രിഡ് മേഖലാ പ്രസിഡന്റ് ഇസബൽ ഡിയാസ് പറഞ്ഞു. 19,000-ലധികം പേർ ഒഴിഞ്ഞുമാറി. ഗ്വാഡലഹാരയിൽ മാത്രം 32,000 ഹെക്ടർ വനഭൂമി കത്തിനശിച്ചു. ഈ വർഷം മാത്രം സ്പെയിനിൽ 1.25 ലക്ഷം ഹെക്ടർ വനഭൂമി തീയിൽ നശിച്ചു. ചെങ്കടൽ സംഘർഷം. എണ്ണവില $100 കടന്നു. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ സൗദി അറേബ്യക്കെതിരെ നാവിക ഉപരോധം പ്രഖ്യാപിച്ചതോടെ ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം വലിയ പ്രതിസന്ധിയിലായി. ഹൂതി ആക്രമണത്തിൽ 2 സൗദി എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായതോടെ എണ്ണവില 7% ഉയർന്ന് ബാരലിന് $100 കടന്നു. ചില കപ്പലുകൾ കൂടുതൽ ദൈർഘ്യമേറിയ ആഫ്രിക്ക ചുറ്റിയുള്ള വഴിയിലേക്ക് തിരിഞ്ഞു. യൂറോപ്യൻ യൂണിയനും ചൈനയും ഉൾപ്പെടെ 60 രാജ്യങ്ങൾക്ക് പുതിയ ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച് ട്രംപ്. നിർബന്ധിത തൊഴിൽ നിയമലംഘനം ചൂണ്ടിക്കാട്ടി 10 മുതൽ 12% വരെ പുതിയ തീരുവ അമേരിക്ക ഏർപ്പെടുത്തി. യൂറോപ്യൻ യൂണിയൻ, ചൈന, ഇന്ത്യ, കാനഡ, ബ്രിട്ടൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ പ്രതിഷേധിച്ചു. അയർലൻഡിന്റെ പ്രധാന കയറ്റുമതി വിപണിയായ അമേരിക്കയിലെ ഈ തീരുമാനം വ്യാപാര മേഖലയെ ബാധിക്കുമെന്ന് ആശങ്ക ഉയർന്നു. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇത്രയുമാണ്. ഇത്തരത്തിൽ എല്ലാ ദിവസവും പ്രധാന അയർലൻഡ് വാർത്തകളും രാഷ്ട്രീയം, ക്രൈം, അന്താരാഷ്ട്ര വാർത്തകൾ കൂടാതെ മലയാളികൾ അറിയേണ്ട പ്രധാന വിവരങ്ങളും മലയാളത്തിൽ ലഭിക്കാൻ ഈ പേജ് ഫോളോ ചെയ്യൂ. നന്ദി.